ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ, അതായത് ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന്, അതായത് ഗ്യാസ് കയറുന്നതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ചിത് റിലവൻ്റ് ആവാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ, കാരണം ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമുക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ട്, അതായത് വിശക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിച്ചില്ല, അതല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും പരിപ്പ്, കടല, ഉരുളക്കിഴങ്ങ്, ചിക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ, ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് കയറാറുണ്ട്. അതിപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് വയറ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും, വയറ് ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ ഗ്യാസ് കയറി ഒരുപാട് വരുമ്പോഴേക്കും നമുക്ക് നെഞ്ചിന് കംപ്ലയിൻ്റ് ഉള്ളതായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഗ്യാസ് കയറുന്നത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ, നമുക്ക് വിശന്നിട്ടില്ല, നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിട്ട് ആ സമയം കഴിഞ്ഞിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്, പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിൽ, വിശക്കുന്നതിന് മുൻപ് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾ കറക്റ്റ് 1 മണിക്ക് തന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു, ഭയങ്കര വിശപ്പൊന്നും നമുക്ക് ആയിട്ടില്ല, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമുക്ക് വയറ് ഭയങ്കരമായിട്ട് തിങ്ങിയിരിക്കുന്നതായിട്ട് തോന്നും. ഒരു തരി പോലും ഭക്ഷണം നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല. അത് ഒരുപാട് നേരം വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. കറക്റ്റ് ടൈമിന് നമ്മൾ ഗ്യാസ് കയറുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതായത് കടല, പയർ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ല, ഗ്യാസ് കയറുന്ന തരത്തിലുള്ള ഒരു ഫുഡും നമ്മൾ കഴിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഫുഡുകളൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് ഗ്യാസ് കയറുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിൽ ലാഗ് വരുത്താതെ, ടൈം ഒരുപാട് കഴിഞ്ഞിട്ടല്ല ഫുഡ് കഴിച്ച് കറക്റ്റ് ടൈമിങ്ങിന് തന്നെ കഴിച്ചു, ഗ്യാസ് കയറാനും മാത്രം ഒന്നും അങ്ങനെ ഡിലേ വരുത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഇങ്ങനെയുള്ളൊക്കെ അവസ്ഥയെ അങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഫോളോ ചെയ്തിട്ടും ഗ്യാസ് കയറുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയഡ്സിന് തൊട്ട് മുമ്പായിട്ടും ഗ്യാസ്ട്രിക് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാകാം. റെഗുലറായിട്ടൊരു സൈക്കിൾ പോകുന്ന ഒരു സ്ത്രീക്ക് എന്ന് പറയുമ്പോഴേക്കും ഈ പ്രീമെൻസ്ട്രൽ സിംറ്റം ചിലപ്പോൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പീരീഡ് ആകുന്നതിന് 1-2 ദിവസം മുമ്പൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായ ഒരു പീരീഡ് മിസ്സായി, പക്ഷേ കുറേ ദിവസമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ തന്നെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെയാണോ ഭക്ഷണം കഴിച്ചതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ദെൻ അഗെയിൻ സെക്കൻഡ് ഡേ നിങ്ങൾ കറക്റ്റ് സമയത്തല്ല ഭക്ഷണം കഴിച്ചതെങ്കിൽ എഗെയിൻ ഒന്ന് പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ മീൽസ് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഗ്യാസ് കയറുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എഗെയിൻ സെക്കൻഡ് ഡേയും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. കാരണം ഈ പ്രിമെൻസ്ട്രൽ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു 2-3 ദിവസമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് 3-ാം ദിവസം കഴിഞ്ഞു, 4-ാം ദിവസം കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിംറ്റം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺസീവ് ആകാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുന്നത്. എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇവിടെ ഹസ്ബൻഡൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ജോലി ജോലി പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന കുറച്ച് സമയത്ത് ഞാൻ നിന്നിരുന്നു വീട്ടിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല, അപ്പോൾ ഇടയ്ക്ക് വല്ല സ്നാക്സൊക്കെ കഴിക്കും, അതല്ലെങ്കിൽ വല്ല ചോറൊക്കെ കറക്റ്റ് 1 മണിയാകുമ്പോൾ തന്നെ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഗ്യാസ് കയറുന്നതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അത് കഴിക്കാനിരിക്കുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും, കാരണം വയറ് ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് കാരണം, കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഗ്യാസ് കയറാനും മാത്രമുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ഗ്യാസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്ത് പോകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും കൂടി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ വേറൊരു തരത്തിലുള്ളൊരു പ്രൊവോക്കേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പ്രഗ്നൻസിയുടെ സിംറ്റം ആകാനായിട്ടാണ് സാധ്യത.
പിന്നെ ഇങ്ങനെ ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊന്ന് നടക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് മുൻപോട്ട് പോകുന്തോറും നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഇൻക്രീസ് ആവുന്നുണ്ട്. ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഡൈജഷൻ സിസ്റ്റം കുറച്ച് സ്ലോ ആകും. ഈ ഡൈജഷൻ സിസ്റ്റം നിങ്ങൾക്ക് സ്ലോ ആകും, അതായത് നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കുറച്ച് സ്ലോ ആകും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോന്നിനും പ്രിയോറിറ്റി കൊടുക്കുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ കുഞ്ഞിനെ കറക്റ്റായിട്ട് സേഫ് ആക്കി കൊണ്ടുപോകാനായിട്ടുള്ളൊരു സിസ്റ്റത്തിനായിരിക്കും നമ്മൾ കൂടുതലും നമ്മുടെ ശരീരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം മന്ദഗതിയിലേ നടക്കുകയുള്ളൂ. നമ്മുടെ ഡൈജഷൻ ആയാലും നമുക്ക് മോഷൻ പാസ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് വരും. ഗ്യാസ് വന്ന് തിങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്തൊരു 1 മാസമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കാതെ, സാധാരണ എല്ലാവർക്കും ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഒരു ക്ഷീണം അനുഭവപ്പെടും. നിങ്ങൾ മാക്സിമം ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക, ഒന്ന് നടക്കുക. അങ്ങനെ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഗ്യാസ് കയറുന്നത് ഒന്ന് ഇറങ്ങി കറക്റ്റായിട്ടുള്ളൊരു ഫോമിലോട്ടായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ആ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഗ്യാസ് കയറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾ വോമിറ്റിംഗ് വന്ന് തളർന്നു പോകും. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ഫുഡ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് രാവിലത്തെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക, ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക. ദെൻ ഒരു 1 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് ലഞ്ച് കഴിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. വയറ് കാലിയാക്കാതിരിക്കുക. മീൽസ് ഒറ്റയടിക്ക് കഴിച്ച് വയറ് നിറയ്ക്കാതെ ഇടവിട്ട് മാത്രം കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രഗ്നൻസിയുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നൊരു മാറ്റമാണല്ലോ ഇത്. നമുക്ക് ഗ്യാസ് കയറാനായിട്ടുള്ള ഒരു കാരണങ്ങളും ഇല്ലാതെ ഗ്യാസിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ 1, 2, 3 ദിവസം നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. ഈ 3 ദിവസവും കഴിഞ്ഞിട്ട് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇങ്ങനെ തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.